നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഭിമാന മുഹൂർത്തമാണ് റിപ്പബ്ലിക് ഡേ എന്ന് വിശേഷിപ്പിക്കുന്ന ജനുവരി 26. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് 1947 ആഗസ്റ്റ് 15 തീയതിയിലാണ് സ്വാതന്ത്ര്യം നേടിയതെങ്കിലും രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനം റിപ്പബ്ലിക് ഡേയാണ്. 1950 ജനുവരി 26 നമ്മൾ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നതും ലോകത്തെ അറിയിക്കുന്നതും. അത് ഒരുപക്ഷെ കഴിഞ്ഞ 76 വർഷമായി ലോകത്തിനൊരു മഹാത്ഭുതമായി ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക്ക് എന്ന നിലയിൽ ഇന്ത്യ തുടരുകയാണ്. അതിന് നമ്മളെ സഹായിച്ചത് നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ ഭരണഘടനയാണ്. ഒരുപക്ഷെ ലോകത്തിന് അത്ഭുതമേകുന്ന തരത്തിലുള്ള ഒരു മഹത്തായ ഭരണഘടനയ്ക്ക് രൂപം നൽകാൻ ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായിട്ടുള്ള രാഷ്ട്രശില്പികൾക്ക് സാധിച്ചു എന്നതാണ് നമ്മളെ അതിന് കരുത്ത് നൽകിയത്. അതിലേറ്റവും പ്രധാനം രാജാക്കന്മാരുടെയും നാട്ടുരാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും കീഴിൽ നമ്മൾ പ്രജകൾ മാത്രമായിരുന്നു. എന്നാൽ റിപ്പബ്ലിക് ആയതോടുകൂടി പ്രജ എന്നത് മാറി നമ്മൾ ജനങ്ങളായും പൗരന്മാരായും മാറി. നമ്മളൊരു പൗരസമൂഹമായി. അതുവരെ രാജാവിൻ്റെയോ നാട്ടുരാജാക്കന്മാരുടെയോ ഇച്ഛയ്ക്കനുസരിച്ച് ആഗ്രഹത്തിനനുസരിച്ച് മാത്രമേ നമ്മുടെ രാജ്യത്ത് നിയമവും നീതിയും നടപ്പിലായിരുന്നുള്ളൂ. എന്നാൽ രാഷ്ട്രം റിപ്പബ്ലിക് ആയതോടുകൂടി നമ്മൾ നമ്മുടെ ഒരു പുതിയ നീതിയും ഒരു നിയമവും നമ്മുടെ ജനങ്ങളാൽ കാഴ്ചവെക്കും. അതാണ് നമുക്ക് വേണ്ടി ഒരു ജനാധിപത്യ, സ്ഥിതി സമത്വ, മതനിരപേക്ഷ പരമാധികാര റിപ്പബ്ലിക്ക് നാം രൂപം കൊടുക്കുന്നു എന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ വിജ്ഞാപനം ചെയ്തു. ആ നിമിഷം മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരികൾ പൗരന്മാരായിട്ടുള്ള ജനങ്ങളാണ്. ഇത് വേറൊരു രാജ്യത്തിന് അവകാശപ്പെടാനാവില്ല. നമ്മുടെ രാജ്യത്തിനോടൊപ്പമോ അതിനുശേഷമോ സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള നമ്മുടെ അയൽരാജ്യങ്ങളെല്ലാം നിരവധി തവണ ജനാധിപത്യ ഭരണ സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെടുകയോ അല്ലെങ്കിൽ സൈനിക ആധിപത്യത്തിലേക്ക് പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനൊന്നും സംഭവിക്കാതെ ലോകത്തിന്